കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹബന്ധങ്ങളെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ തുടർ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവവും തദനുസരണമായി താൻ ജീവന്റെ അപ്പമാകുന്നു എന്നുള്ള വിഷയം സംബന്ധിച്ച് ക്രിസ്തു അവരോട് ചെയ്ത പ്രഭാഷണം, പ്രത്യേകിച്ച് മോശ മരുഭൂമിയിൽ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ മന്ന തന്നു എന്നും ആ മന്ന സ്വർഗത്തിൽ നിന്ന് അവർക്ക് അയച്ചു കൊടുത്ത സ്വർഗീയമായ ഭോജനമായിരുന്നുവെന്നും ആ ഭോജനം ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നു എന്നും നമ്മുടെ കർത്താവ് അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. 10 കാര്യങ്ങളാണ് മന്നയോട് ബന്ധം നമ്മൾ പഠിച്ചത്. ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 71 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള പഠനമാണ് ഇവിടെ പ്രസന്റ് ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു രക്ഷയുടെ ക്രമീകരണം അതെങ്ങനെയാണ് എന്ന് പറയുകയാണ് ഈ വാക്യങ്ങൾ. പാപിയായി ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തെ അന്വേഷിക്കുവാൻ, കണ്ടെത്തുവാൻ അവന് സാധിക്കുകയില്ല. ദൈവത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഒരു പക്ഷെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുണ്ടാവാം. കാരണം മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ വേണ്ടത്ര നിലയിൽ മനസ്സിലാക്കുവാനോ ദൈവപ്രകാശത്തിലേക്ക് മടങ്ങി വരുവാനോ സ്വയപ്രവൃത്തികൾ കൊണ്ട് സാധിക്കാത്ത മനുഷ്യൻ, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്നൊരു ആശയം ഉണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരുവാൻ അവൻ്റെ താണുപോയ, വീണുപോയ നിലവാര തകർച്ച കൊണ്ട് മനുഷ്യന് സാധിക്കുകയില്ല. ആ തകർച്ചയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിച്ച് ദൈവിക നിലവാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവം തന്നെ അതിനായി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. അതാണ് എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നമ്മൾ റോമർ 3:23 വായിക്കുന്നത്. അവിടെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുമ്പോൾ അൾട്രാ കാൽവിനിസ്റ്റുകൾ, അതായത് വളരെ റിജിഡായ കാൽവിനിസം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത്, നോ മാറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്, that a sinful man cannot come to God because he is in a permanently dead state and he cannot become active toward God. ദൈവസ്ഥനിലേക്ക് വരാനേ കഴിയില്ല, അവന് അതിനെക്കുറിച്ച് ബോധവുമില്ലെന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതുന്ന ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, അതായത് പാപം ചെയ്ത് ദൈവ തേജസ് മോഡ് ആയിപ്പോയി എന്നാണ് വായിക്കുന്നത്, അതായത് മങ്ങിപ്പോയി. ഇപ്പം നമുക്ക് ഈ 240 വോൾട്ടിൽ ഒരു 100 വാട്ട്സിൻ്റെ ബൾബ് പ്രകാശിക്കുന്നു ചിന്തിക്കുക. ആ ബൾബിനെ കുറിച്ചുള്ള ഉദ്ദേശം അത് പ്രകാശം പരത്തുക, മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരുക എന്നുള്ളതാണ്. പക്ഷേ ആ ബൾബിൽ 240 വോൾട്ട് കറണ്ട് ലഭിക്കേണ്ട സ്ഥാനത്ത് ഒരു 15 വോൾട്ട് മാത്രമേ കിട്ടുന്നു ചിന്തിക്കുക. ആ ബൾബ് പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിക്കുകയില്ല. പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിക്കാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് ഒരു ചെറിയ കൽക്കള്ളി പോലെ നിൽക്കും. അതിൽ നിന്ന് വെളിച്ചം പുറത്തോട്ട് പ്രകാശിക്കുകയില്ല. ആ 220 മുതൽ 240 വരെയുള്ള വോൾട്ടിൽ പ്രകാശിക്കേണ്ട 100 വാട്ട്സിൻ്റെ ഈ ബൾബ് വെറും 15 വോൾട്ട് മാത്രം അതിലേക്ക് പ്രഹരിക്കുമ്പോൾ ആ ഫിലമെന്റ് കത്തി പ്രകാശം ചൊരിയുവാൻ കഴിയാത്ത ഒരു നിലയിൽ അത് മോഡായിപ്പോയി. സ്വയമേവ അതിന് അതിൽ കൂടുതൽ പ്രകാശിക്കാൻ കഴിയുകയില്ല. ഇത് തന്നെ വാസ്തവത്തിൽ പാപം ചെയ്ത മനുഷ്യൻ സംഭവിച്ചത്. ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത നിലയിലുള്ള ഒരധപ്പതനം, ഒരു വീഴ്ച മനുഷ്യന് സംഭവിക്കുകയും ദൈവം അവനിലേക്ക് അവൻ പ്രകാശനാകുവാൻ കഴിയുന്ന നിലയിൽ ദൈവം ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ ഇവനിൽ നിന്ന് ആ നിലയിൽ പ്രയോജനകരമായ ഒരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു?
നമ്മൾ വായിക്കുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന മനുഷ്യനെ ദൈവം ഉയർപ്പിച്ചു എന്നാണ്. റോമർ 3:11 വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെ വായിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദാവീദ് പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ വാസ്തവത്തില് ദൈവം എങ്ങനെയാണ് ക്രിസ്തുവിൽ മനുഷ്യനെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹൗ ഡസ് ഗാഡ് ഡ്രോ പീപ്പിൾ ടു ക്രൈസ്റ്റ്? ദൈവം ക്രിസ്തുവിലേക്ക് എങ്ങനെയാണ് ആളുകളെ ആകർഷിക്കുന്നത്? അതിന് ഹി യൂസസ് ദ വേർഡ്. 45-ാം വാക്യത്തിൽ വായിക്കുന്നത് കർത്താവ് തന്റെ വചനമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 2 Thessalonians 2:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം വായിക്കാൻ 2 Thessalonians 2:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ സുവിശേഷ ഘോഷണത്താൽ ദൈവവചനത്താലാണ് രക്ഷയിലേക്ക് മനുഷ്യനെ ദൈവം ആകർഷിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഗോഡ് ഈസ് ഡ്രോയിങ് മാൻ അൺടു സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് ദൈവം മനുഷ്യനെ ദൈവത്തിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് ടു ഈറ്റ് എർത്തലി ബ്രെഡ് സസ്റ്റെയിൻസ് ലൈഫ് ഫോർ എ ടൈം. അതായത് ഭൗമികമായിരുന്ന ഭക്ഷണം, ബ്രെഡ്, അപ്പം, അത് ജീവനെ കുറെ നേരത്തേക്ക് പിടിച്ചെടുത്താൻ സഹായകമാണ്. ബട്ട് ദ പേഴ്സൺ വിൽ അൾട്ടിമേറ്റ്ലി ഡൈ. ആ ഭൗതിക ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ ആത്യന്തികമായി മരിക്കും, ഒരു ദിവസവും മരിച്ചു പോകും. ബട്ട് ടു റിസീവ് ദ സ്പിരിച്വൽ ബ്രെഡ്, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്, ഗിവ്സ് ദി ഇറ്റേണൽ ലൈഫ്. ലൗകികമായിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഈവൻച്വലി മരിച്ചു പോകും. എന്നാൽ നിത്യമായിരുന്ന അപ്പമായി ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിത്യജീവൻ പ്രാപിക്കും. കർത്താവ് 51-ാം വാക്യത്തിലെ കാര്യം വളരെ വ്യക്തമായി പറയുന്നു. അവന്റെ ശരീരം അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാപപരിഹാരത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ അതിനുശേഷം 53 മുതൽ 65 വരെയുള്ള വാക്യങ്ങളിൽ ഹി റിവീൽസ് ദ പവർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശക്തി എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വാട്ട് ഡസ് ജീസസ് മീൻ ബൈ ഈറ്റിംഗ് ദ ഹിസ് ഫ്ലഷ് ആൻഡ് ഡ്രിങ്കിങ് ഹിസ് ബ്ലഡ്? കർത്താവ് പറഞ്ഞു, എന്റെ മാംസം നിങ്ങൾ തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യാഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവൻ ഇല്ല. ഇതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചതിന്റെ പരിണതഫലമാണ് റോമൻ കത്തോലിക്ക സഭ ഹോളി മാസ് ആചരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അക്ഷരീകമായിരുന്ന പാപപരിഹാര ബലിയായിട്ടാണ് ഈ ഇതിനെ കാണുന്ന അപ്പവീഞ്ഞുകളെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സാക്രമെന്റായി, കൂദാശയായി അവർ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഈ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അക്ഷരീകമായ ശരീരവും അക്ഷരീകമായ രക്തവും അവർ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. അങ്ങനെ അവർ നിത്യജീവന്റെ പങ്കാളികളായി തീരുന്നു എന്നുള്ള തെറ്റായ പഠിപ്പിക്കലുകൾക്ക് ഉണ്ടാകുവാൻ കാണും. കർത്താവോട് വിവരിക്കുകയാണ്, വാട്ട് ഡസ് ജീസസ് മെൻ ബൈ സേയിങ് ഈറ്റിംഗ് ഹിസ് ഫ്ലഷ് ആൻഡ് ഡ്രിങ്കിങ് ഹിസ് ബ്ലഡ്? കർത്താവിന്റെ അപ്പം ശരീരം ഭക്ഷിക്കുക, രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇൻ ലിറ്റൽ ടേംസ്. കർത്താവായ യേശു ഈ കാര്യം പറയുന്നത് അക്ഷരീകമായ അർത്ഥത്തിലല്ല. അക്ഷരീകമായ അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ മാംസം തിന്നാനും യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കാനും നമുക്ക് സാധിക്കുമോ? മനുഷ്യ മാംസവും മനുഷ്യ രക്തവും മനുഷ്യന്റെ ആഹാരവും പാനീയവുമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ 63-ാം വാക്യം, 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ ഹി ക്ലിയർലി സേസ് ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. അതായത് ജഡം ഒന്നിനും ഉപകരിക്കപ്പെടുന്നില്ല. വാട്ട് ഗിവ്സ് ലൈഫ്? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഹു ഗിവ്സ് ലൈഫ്. അതായത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ജഡം ഒന്നിനും ഉപകരിക്കപ്പെടുന്നില്ല. അപ്പൊ സപ്പോസ് ഇഫ് യു ഈറ്റ് ദ ബ്രെഡ് ആൻഡ് സേ that you are literally participating or eating the flesh of Jesus Christ, the Lord says that the flesh does not profit nothing. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡം
അക്ഷരീകമായ നിലയിൽ നമ്മൾ തിന്നാൻ പോകുമെന്ന് പറഞ്ഞാൽ ജഡം ഒന്നിനും ഉപകരിക്കപ്പെടില്ല. ഇറ്റ് ഈസ് സ്പിരിറ്റ് ഹൂ ഗിവ്സ് ലൈഫ്. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. The words that I speak to you, they are spirit and they are life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ വാസ്തവത്തില് മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് ദ ലിറ്ററൽ ഫ്ലഷ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അക്ഷരീകമാകുന്ന ശരീരമല്ല. നോട്ട് ദ ലിറ്ററൽ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ അക്ഷരീകമാകുന്ന രക്തമല്ല. ബട്ട് ദ സ്പിരിറ്റ് ആൻഡ് ലൈഫ്. എന്താണ് ആത്മാവും? അത് ദൈവത്തിന്റെ വചനവും ആത്മാവുമാകുന്നു. The word which I speak unto you is spirit and life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അത് ആത്മാവും ജീവനുമാകുന്നു. Flesh profits nothing. ജഡം ഒന്നിനും ഉപകരിക്കപ്പെടുന്നില്ല. കർത്താവ് പറയാണ്, മറ്റു വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, the person who trusts the Lord Jesus Christ is now is gaining both the spirit and the life. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ചേറ്റ് പറയുന്ന ഒരുവന് ആത്മാവിനെ ലഭിക്കുന്നു, അപ്പോൾ തന്നെ നിത്യജീവനെ ലഭിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതല്ല. ഇത് കേട്ട അപ്പം തന്നെ യഹൂദന്മാർ ഇടറിപ്പോയി. അറിയാവോ, മനുഷ്യ മാംസ ഭക്ഷണവും മനുഷ്യ രക്തപാനീയവും മനുഷ്യന് ഒരിക്കലും ആഗ്രഹിക്കാൻ കഴിയില്ല. അവർ യേശുവിനെ ഇടറിച്ച് ചോദിച്ചു, ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇവന്റെ മാംസം നമ്മൾ തിന്നുമോ? ഇവന്റെ രക്തം നമുക്ക് കുടിക്കാൻ കഴിയുമോ? കർത്താവ് സംസാരിച്ച വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട വചനമാണ്. സുവിശേഷം സംസാരിക്കുമ്പോൾ കേൾക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അത് സംസാരിക്കപ്പെടുന്നത്. അത് സംഭവിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തെ ഒരു പാപി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ that he receives the word Christ. കർത്താവായ യേശു ക്രിസ്തു എന്ന വചനത്തെയാണ് സ്വീകരിക്കുന്നത്. When a sinner receives the word Christ, that he receives the life and spirit. ഒരു പാപി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു? കർത്താവിന്റെ നിത്യജീവന്റെ പങ്കാളിയായി അവൻ തീരുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിലേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ തിരുവത്താഴത്ത് ശുശ്രൂഷയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ ഇറ്റ് ഈസ് എ മെമ്മോറിയൽ എന്നാണ്. റോമൻ കത്തോലിക്ക സഭ അതിനെ പഠിപ്പിക്കുന്ന ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ആണ്. അതായത് വസ്തുമാറ്റമായിട്ടാണ്. ആ ദൈവസന്നയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ഈ അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ കാസായും പീലാസായും യേശു ക്രിസ്തുവിന്റെ അക്ഷരീകമായ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്നതാണ് റോമൻ കത്തോലിക്ക സഭയും പസവ പഠിപ്പിക്കുന്നത്. ലൂതറൻ സഭ ഉൾപ്പെടെയുള്ള എപ്പിസ്കോപ്പൽ ചർച്ചസ് പഠിപ്പിക്കുന്ന കോൺസബ്സ്റ്റാൻസിയേഷൻ ആണ്. അതായത് even though that there is no literal changes to the elements when it is thanked before God, but they believe that there is a mystical presence of the risen Lord upon the bread and wine. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ഒരു സാന്നിധ്യം ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേലുള്ളത്. അതുകൊണ്ടാണ് പുരോഹിതൻ മറ്റു ഈ അപ്പ വീഞ്ഞുകൾ എടുത്തു കൊടുക്കുമ്പോൾ കൈ വിറപ്പിച്ച് കാസായി ബീലാസായി പിടിച്ച് ഈ ശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു ഇങ്ങനെ പറയുന്നത്. അപ്പോൾ they believe that there is a mystical presence of Christ upon the bread and wine. കർത്താവിന്റെ മാർമികമായൊരു സാന്നിധ്യം ഈ അപ്പവീഞ്ഞുകൾ മേലുണ്ടായെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ വസ്തുമാറ്റ ഉപദേശം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. കോൺസബ്സ്റ്റാൻസിയേഷൻ ക്രിസ്തുവിന്റെ ആത്മീകമായ സാന്നിധ്യം അപ്പവീഞ്ഞുകൾ വസിക്കുന്ന ഉപദേശം ഇതര എപ്പിസ്കോപ്പൽ ചർച്ചസ് വിശ്വസിക്കുന്നു, എസ്പെഷ്യലി ലൂതറൻ ചർച്ചസ്. But the New Testament churches they teach of memorial, commemoration. ഇതൊരു ഓർമ്മയുടെ ആചരണമാണ്. ക്രിസ്തുവിന്റെ മരണത്തിന്റെയും കഷ്ടാനുഭവങ്ങളുടെയും ഓർമ്മയുടെ ആചരണമാണ്. It does not impart life the one who participate from it. അതായത് അപ്പവീഞ്ഞുകളിൽ നിന്ന് ഭക്ഷിക്കുന്ന ആളുകളിലേക്ക് ദൈവത്തിന്റെ ജീവനെ ഇമ്പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കടത്തിവിടുന്ന ഒരു മാധ്യമമല്ല കർത്താവിന്റെ ശരീരത്തിന്റെ പ്രത്യേകമാകുന്ന അപ്പവും പാനപാത്രവും. ഇവിടെ യേശു പറഞ്ഞു, എന്റെ മാംസം നിങ്ങൾ തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് പറയാം ദ വേർഡ് പ്രോഫിറ്റ്സ് നത്തിങ്. അതായത് ജഡം ഒന്നിനും ഉപകരിക്കപ്പെടുന്നില്ല. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഹൂ ഗിവ്സ് ലൈഫ്. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. ദ വേർഡ് വിച്ച് ഐ സ്പീക്ക് ആൻഡ് യു ഇസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ഞാൻ നിന്നോട് സംസാരിച്ച വചനം അത് ആത്മാവും ജീവനും ആകുന്നു. അതിന്റെ എസൻസ് ഇത്രയേ ഉള്ളൂ. ഒരു ഭാവി കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ വചനം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ
സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ ആത്മാവ് ലഭിക്കുന്നു, അവന് നിത്യജീവൻ ലഭിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവവചനം എന്ന് ബൈബിൾ പറയുന്നു. വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുന്നാണ് യോഹന്നാൻ 1:14 വായിക്കുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ഓൾ തിങ്സ് വർ ക്രിയേറ്റഡ് ബൈ ഹിം ദെയർ വാസ് നത്തിങ് ദാറ്റ് വാസ് ക്രിയേറ്റഡ് വിതൗട്ട് ഹിം എന്നാ പറയും. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, അവൻ വചനമായിരുന്നു. ഗോഡ് സെൻസ് ഫോർത്ത് ഹിസ് വേർഡ് ആൻഡ് ദെൻ ഹി ക്രിയേറ്റ്സ് എന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. അവൻ തന്നെ വചനമയച്ചവയെ സൃഷ്ടിക്കുന്നു, ദൈവവചനമാണ് സൃഷ്ടിച്ചത്. സോ ക്രൈസ്റ്റ് ഈസ് ദ ലിവിംഗ് വേർഡ് ആൻഡ് ബൈബിൾ ഈസ് ദ സ്പോക്കൺ വേർഡ് ഓർ റിട്ടൺ വേർഡ്. കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ വചനവും എഴുതപ്പെട്ട വിശുദ്ധ ബൈബിൾ അത് രേഖയാക്കപ്പെട്ട വചനവുമാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് പറയാണ് ഇവിടെ ഈ വചനത്തിന്റെ പ്രത്യേകത പറയാണ്, ബോത്ത് ആർ ഹോളി. അതായത് എഴുതപ്പെട്ട വചനമാകുന്ന വിശുദ്ധ ബൈബിളും ജീവന്റെ വചനമായ സാക്ഷാൽ ക്രിസ്തുവും രണ്ടും പരിശുദ്ധമാണ്. ബൈബിൾ ഈസ് ഹോളി ബിക്കോസ് ഇറ്റ് ഈസ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ബൈബിൾ ദൈവത്തിന്റെ വചനമാകിയാൽ, എഴുതപ്പെട്ട വചനമാകിയാൽ അത് വിശുദ്ധമാണ്. ക്രൈസ്റ്റ് ഈസ് ഹോളി ബിക്കോസ് ഹി ഈസ് ദ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ വചനമാകിയാൽ, ജീവിപ്പിക്കുന്ന ആത്മാവാകിയാൽ അവനിൽ തന്നെ പരിശുദ്ധനാണ്. എന്നാൽ നമ്മൾ വായിക്കുന്ന തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അത് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:35 അതങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി 2 പറയുമ്പോൾ ഇവ രണ്ടും സത്യമാണ്. ഏത്? എഴുതപ്പെട്ട ദൈവവചനം സത്യമാണ്, ജീവനുള്ള വചനമായ ക്രിസ്തുവും സത്യമാണ്. കർത്താവ് പറഞ്ഞ സത്യവചനവും നിത്യജീവനുമാകുന്നു. പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാനായി വിധി കൽപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, സത്യം എന്നാൽ എന്ത്? കർത്താവിന്റെ സൗമ്യമായ മറുപടി, സത്യത്തിന് സാക്ഷ്യം പറയേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. ഐ ഹാവ് കം ടു ബെയർ വിറ്റ്നസ് ഫോർ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഞാനാണ് സത്യമെന്നാണ് കർത്താവ് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വചനം ആകുന്ന എഴുതപ്പെട്ട വചനമാകുന്ന ബൈബിളും സാക്ഷാൽ വചനമായ ക്രിസ്തുവും രണ്ടും പരിശുദ്ധമാണ്, രണ്ടും സത്യമാണ്. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 17:17 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം സത്യവചനവും നിത്യജീവനുമാകുന്നു. ബോത്ത് ആർ ലൈറ്റ്. അത് രണ്ടും, അതായത് ജീവനുള്ള വചനമായ ക്രിസ്തുവും എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ബൈബിളും രണ്ടും പ്രകാശമാകുന്നു, വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനായിത്തീരും. സങ്കീർത്തനം 119:105 നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ദൈവത്തിന്റെ വചനം നമ്മുടെ കാലുകൾക്ക് വെളിച്ചമാകുന്നു. അപ്പം രണ്ടും എന്താണ്? പരിശുദ്ധമാണ്, രണ്ടും സത്യമാണ്, രണ്ടും പ്രകാശമാണ്. ബോത്ത് ഗീവ് ലൈഫ്. അതായത് ജീവനുള്ള വചനമായ ക്രിസ്തുവും എഴുതപ്പെട്ട വചനമാകുന്ന വിശുദ്ധ ബൈബിളും രണ്ടും ജീവനെ പ്രദാനം ചെയ്തു. യോഹന്നാൻ 5:21, സങ്കീർത്തനം 119:93 നിന്റെ വചനത്തിന്റെ പ്രകാശനം പ്രകാശപ്രദമാകുന്നു. എത്ര വ്യക്തമായിട്ടാ ദാവീദ് പറയുന്നത്. കൂടാതെ പറയുന്നത് ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ദ ന്യൂ ബർത്ത്. അതായത് ജീവനുള്ള വചനത്താലാണ് നാം വീണ്ടും ജനിക്കുന്നത്. നാം അവന്റെ മുമ്പാകെ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1:23 നാം അവന്റെ മുമ്പാകെ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു മാർഗമാണ്. 2 ദൈവത്തിന്റെ വചനവും എന്ത് ചെയ്യുന്നു? നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 1:23 രണ്ടും നിത്യമാണ്. അതായത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഇറ്റേണൽ സൺ ഓഫ് ഗോഡ് ആൻഡ് ഹി ഈസ് ദി ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. അറ്റ് ദ സെയിം ടൈം ദ റിട്ടൺ ബൈബിൾ ഈസ് ഓൾസോ ദി ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ ന്യായ പ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. മാറ്റമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ രണ്ടും നിത്യജീവനാണ്. വെളിപ്പാട് പുസ്തകം 4:10, 1 പത്രോസ് 1:23 ബോത്ത് ആർ പവർ ഓഫ് ഗോഡ്. അതായത് രണ്ടും രക്ഷയ്ക്കാനുള്ള ദൈവശക്തിയാണ്. കൊരിന്ത്യൻ അപ്പോസ്തലനായ പൗലോസ് എന്നപ്പോൾ പൗലോസ് പറഞ്ഞു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് വീണ്ടും ജനനത്തിന് സഹായകമായ അല്ലെങ്കിൽ പരിജ്ഞാനത്തിന് സഹായമായ ദൈവശക്തിയായ ക്രിസ്തുവിനെ തന്നെ. ക്രിസ്തു, ക്രൈസ്റ്റ് ഈസ് ദി പവർ ഓഫ് ഗോഡ് അണ്ടു സാൽവേഷൻ. ക്രിസ്തു രക്ഷയുടെ
ദൈവശക്തിയാണ്. 1 Corinthians 1:24 റോമർ 1:16 അവിടെ വായിക്കുന്നത് ഈ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വരുത്തിയ ദൈവം, ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവനും അക്ഷയതയും വരുത്തിയ ദൈവം എന്നാണ് പറയുന്നത്. റോമർ 1:16. അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജഡം ധരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ആത്മീകമായി ക്രിസ്തുവിനെ ഭക്ഷിക്കുകയാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചവരെ ഏറ്റുപറയുമ്പോൾ ആത്മീകമായി അവന്റെ രക്തത്തെ നാം പാനം ചെയ്യുകയാകുന്നു. അതായത് നമ്മുടെ ശുദ്ധീകരണത്തിന് അത് അനിവാര്യമാണ്. സോ വി ഈറ്റ് ഹിസ് ഫ്ലെഷ് ബൈ പാർട്ടേക്കിംഗ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ പങ്കാളികളായി നമ്മൾ ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ജഡത്തിന് നാം ജഡത്തെ നമ്മൾ ഭക്ഷിക്കുന്നത്, വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിക്കുന്നു എന്നാ പറയുന്നത്. മത്തായി 4:4 യേശു പറഞ്ഞു, "The man shall not live by bread alone, but by all his words which proceeds out of his mouth." അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഏതാ പറഞ്ഞിരിക്കുന്നു? ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? They were offended at his doctrine. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അവർ ഇടർച്ചയുള്ളവരായി തീർന്നു. സത്യം പറഞ്ഞ കർത്താവിന്റെ വചനത്തിന്മേൽ അവർ ഇടർച്ചയുള്ളവരായി. ഇന്നും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിനെ അതുപോലെ ഗ്രഹിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ, അവർ വിശ്വാസികളിൽ നിന്ന് പേരുകൊണ്ടവരായാലും അത് അവർക്ക് ഇടർച്ചയായിത്തീരുന്നു. അത് കേൾക്കണേ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ വന്നാൽ മതി. അതായത് പാപബോധമുണ്ടാകുന്ന, കുറ്റബോധമുണ്ടാകുന്ന, തെറ്റുകളെ തിരുത്താൻ കഴിയുന്ന, സഹോദരനോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയുന്ന ഒരു വചന സൂക്ഷി ആരും പറയുകയില്ല. കാരണം അറിയാവോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ട ആളുകൾ അവിടെ ഉണ്ടാവും. അവരുടെ ഇടർച്ചയും വിരോധവും ഉണ്ടാകും. അപ്പോൾ അവരുടെ കൈത്താങ്ങും സഹായവും ഒന്നും കിട്ടുകയില്ല. അവരുടെ വേർഡ് ഓഫ് അപ്രീസിയേഷൻ ലഭിക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും? കാഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, കർത്താവിന്റെ പുനരാഗമനം, സഭയുടെ തേജസ്കരണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആരെയും വെറുപ്പിക്കാതെ. ഞാനൊരിക്കൽ വിരുദ്ധോപദേശങ്ങൾ പറഞ്ഞ പുസ്തകത്തിലുണ്ട്. ഒരു മനുഷ്യൻ മലയാള മനോരമ പത്രത്തിൽ കൂടി കാലാകാലങ്ങളായി വന്ന പരസ്പര വിരുദ്ധമാകുന്ന കാര്യങ്ങളെ അദ്ദേഹം കമ്പനി ഒരു പുസ്തകമാക്കി. വിരുദ്ധോപദേശം പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, ശബരിമലയിലേക്ക് യാത്ര ചെയ്ത തമിഴന്മാരായ ചില വിശ്വഭക്തന്മാർ അവർ അർത്തുങ്കൽ പള്ളിയിൽ വന്ന് അർത്തുങ്കൽ പുണ്യവാളന്റെ ഉത്സവത്തിൽ പങ്കുകൊണ്ട് അവിടുത്തെ കുർബാനയിൽ സംബന്ധിച്ച ശേഷം അവിടുന്ന് യാത്ര ചെയ്ത് എരുമേലിയിൽ വന്ന് വാവരുടെ പള്ളിയെ വലയം വെച്ച് ശബരിമലയിൽ ചെന്ന് അയ്യനെ തൊഴുത് മടങ്ങിയെന്ന് എഴുതിയിരുന്നു. നോക്കിക്കോണേ, അവർ പുറപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നറിയാമോ? ശബരിമലയിൽ ചെന്ന് അയ്യപ്പനെ തൊഴുത് മടങ്ങാനാണ്, അനുഗ്രഹം വാങ്ങിച്ച് മടങ്ങാനാണ്. സോ ഓൺ ദ വേ ടു ശബരിമല ദേ എലൈറ്റഡ് അറ്റ് അർത്തുങ്കൽ പള്ളി. അർത്തുങ്കൽ പള്ളിയിൽ എന്നിട്ട് അവിടെ അർത്തുങ്കൽ പുണ്യവാളന്റെ പേരിലുള്ള ആ പള്ളിയിൽ ചെന്ന് അവർ കുർബാനയിൽ പങ്കുകൊണ്ടു. അവർ വന്ന ശേഷം യാത്രയിൽ വന്ന് എരുമേലിയിൽ വാവരുടെ പള്ളി, അത് മുസ്ലിങ്ങളുടെയാണ്, വാവരുടെ പള്ളിയിൽ വന്ന് പള്ളിയെ വലയം വെച്ചിട്ട് അവർ നടന്ന് പമ്പ വഴി എന്ന് അയ്യനെ തൊഴുത് മടങ്ങി. ആരെയും മടക്കിയില്ല. അർത്തുങ്കൽ ചെന്ന് അവിടുത്തെ കുർബാനയെ സംബന്ധിച്ചു. മുസ്ലിങ്ങളെ പിണക്കണ്ട വാവരുടെ പള്ളിയെ വലയം വെച്ചു. പിന്നെ അയ്യനെ തൊഴുതു. ഇങ്ങനെ നടക്കുന്ന ധാരാളം ഉപദേശിമാരും പാസ്റ്റർമാരും ഉണ്ട്. അത് വേദവസ്തു അങ്ങനെയല്ല പറയുന്നു. അപ്പൊ ഇതുപോലെ ഈ യഹൂദന്മാരും കർത്താവ് സത്യം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്തു? ദേ വേർ ഒഫൻഡഡ് അറ്റ് ഹിസ് ഡോക്ട്രിൻ. കർത്താവിന്റെ ഉപദേശത്തിൽ അവരെ ഇടറിപ്പോയി. ബാക്കി 60 എങ്ങനെയാ പറയുന്നത്? ആൻഡ് ദേ വുഡ് നോട്ട് വാക്ക് വിത്ത് ക്രൈസ്റ്റ്. കർത്താവിനോട് നടക്കാൻ പോലും പിന്നെ അവർ ഇഷ്ടപ്പെട്ടില്ല. അതാണ് അവിടുത്തെ വേറെ വിഷയം. സത്യം പറയുന്നവരുടെ കൂടെ ആരും നടക്കാൻ കാണില്ല, അവർ ഒറ്റയ്ക്കായിരിക്കും എല്ലായ്പ്പോഴും. അതിൻ്റെ ഒരു ഉത്തമമായ ദൃഷ്ടാന്തമാണല്ലോ ഞാൻ. എൻ്റെ കൂടെ കർത്താവ് മാത്രമേ ഉള്ളൂ, വേറൊരു മനുഷ്യരില്ല. കാരണം അറിയാമോ, സെൽഡം പീപ്പിൾ വാണ്ട്സ് ടു കറക്റ്റ് ദംസെൽസ്. കറക്ഷൻ പറയുന്നവരെ അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല. കറക്ഷൻ പറയുന്നവർക്ക് കറക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരായി ഇന്നത്തെ സമൂഹം. ക്രിസ്തുവിനോടും അവരങ്ങനെ ആയിരുന്നു. കർത്താവ് പറഞ്ഞു, വൈദ്യ നിന്നെ തന്നെ ചികിത്സിക്കാം എന്നാ പറഞ്ഞു. ഇനി 66 മുതൽ 71 വാക്കിൽ നോക്കി അവിടെ വായിക്കുമ്പോൾ അതിന്റെ സിഫ്റ്റിങ് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? It is the word of God revealing the person of Christ that separates the truth from the false. അതായത് സത്യത്തെ ഫോഷ്കിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അവര് ദൈവത്തിന്റെ വചനത്തെ നിരാകരിച്ചു കളഞ്ഞു. അപ്പം തിന്ന് തൃപ്തരായി അവനെ രാജാവാക്കാൻ ശ്രമിച്ച ഈ സമൂഹം കർത്താവായ യേശു ക്രിസ്തു ഈ അപ്പത്തിന്റെ പൊരുളവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ റിജക്റ്റഡ് ദ പേഴ്സൺ.
അവരുടെ ആത്മാവിൻ്റെ ജീവാഹാരമായി ക്രിസ്തുവിനെ അവരെ നിരാകരിച്ചു. പത്രോസ് അപ്പോസ്തലനും അതുപോലെ തന്നെ തന്നോട് ചേർന്ന ബാക്കിയുള്ള ശിഷ്യന്മാരും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അവർ സ്ഥിരീകരിക്കുകയുണ്ടായി. അത് ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള അവസരമുണ്ട്. റോമർ 10:17 വായിക്കുന്നു. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആരും കേൾപ്പിക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷ പ്രാപിക്കും? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനത്താലാണ് വിശ്വാസം ഉളവാകുന്നത്. യേശുവിനോട് കൂടെ നടന്ന ഇസ്കരിയോത്ത യൂദ, അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തവനാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഒരുവനായിരുന്നു. എങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അവരിൽ നിന്നുള്ളവനായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഹി വാസ് എ പ്രിറ്റൻഡിങ് ഓർ പ്രൊഫസിങ് ബിലീവർ ബട്ട് നോട്ട് എ ജെനുവിൻ ക്രിസ്ത്യൻ ബിലീവർ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരുന്നില്ല. ഇന്ന് പള്ളി വരുന്നവരെല്ലാവരും, സഭാകുളി വരുന്നവരെല്ലാവരും വിശ്വാസികളാണെന്ന് തെറ്റായി ധരിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. All who are coming to the church, all who are fellowshipping with us are not really real Christians. അവരെല്ലാവരും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല. എന്ന് പറഞ്ഞാൽ there may be hundreds of thousands of people who are professing their faith but not really born again. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന കാര്യമാണ്. യഹൂദന്മാർ എന്ത് ചെയ്തു? കർത്താവിൽ ഇടറിപ്പോയി. ഇന്നും ലോകം ഒരിക്കലും അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിഷയമാണ് ക്രിസ്തുവിൻ്റെ ജീവനുള്ള സുവിശേഷം. കർത്താവിന് ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി ഒരു വെർഡിക്റ്റിൻ്റെ ഒരു ലിങ്ക് എനിക്ക് ഒരാൾ അയച്ചു തന്നു. അത് USA നിന്ന് അയച്ചു തന്നെ. എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം സുപ്രീം കോടതി ബന്ധം, അതായത് ഈ ക്രിസ്തീയ വിശ്വാസികളുടെ മിഷൻ പ്രവർത്തനങ്ങളെ സ്ക്രൂട്ടനൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 1-2 സംഘടനകളോ വ്യക്തികളോ കൊണ്ട് സുപ്രീം കോടതി പരാതി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനെ റിജക്റ്റ് ചെയ്തു. ആ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. ക്രിസ്ത്യൻ മിഷണറികളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യണം? സ്ക്രൂട്ടനൈസ് ചെയ്യണം എന്നുള്ളതാണ് പരാതി. കാര്യം അവർക്കിവിടെ എന്തും സഹിക്കാൻ കഴിയും. ഈ രാജ്യത്ത് ഏതിനും, അതായത് ഈ പരസ്പര സമൂഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്യ പുരുഷന്മാരുമായിട്ടും അന്യ സ്ത്രീകളുമായിട്ടും ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെടാമെന്ന് ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നല്ലോ ബഹുമാനപ്പെട്ട കോടതി. അതായത് പരസ്പര സമ്മതത്തോടെ ആണെങ്കിൽ അതിനെ അഡൾട്ടറി ആയിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അതിവിടെ അനുവദനീയമാണ്. അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലും ഒക്കെ ഇത് പണ്ട് തന്നെ അനുവദിക്കപ്പെട്ടിരിക്കുക. ഇഷ്ടമുള്ളവരെ എല്ലാം പുറകെ പോകാൻ. അത് ക്രൈമല്ല, പക്ഷെ സമ്മതിക്കണമെന്നുള്ളേ ഉള്ളൂ. വേദോസ്തം അതിനെ മ്ലേച്ഛതയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ സ്വീകാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിച്ച പോലെ റോമാ പൗരന്മാരായ നമുക്ക് ആചരിപ്പാൻ കഴിയാത്ത മര്യാദക്രമങ്ങളെ ഇവർ നമ്മോട് പ്രസംഗിക്കുന്നു. റോമാക്കാരായ ആൾക്കാർക്ക് ചക്രവർത്തിയുടെ പേരിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാം, ചക്രവർത്തിയുടെ പ്രതിമയെ വയ്ക്കാം, ചക്രവർത്തിയെ വെച്ച് ആരാധിക്കാം, ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കാം, ദേവദാസി വേശ്യ പെൺകുട്ടികളെ വെച്ച് കാശുണ്ടാക്കാം, അവിടെ വേശ്യാവൃത്തി ഉണ്ടാക്കുന്ന കാശുകൊണ്ട് ഉപജീവനം കഴിക്കാം. പക്ഷേ സഹിക്കാൻ കഴിയാത്ത ഏക കാര്യം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ളത്. റോമാക്കാരായ നമുക്ക് ആചരിപ്പാൻ കഴിയാത്ത മര്യാദകളെ ഇവർ നമ്മോട് പ്രസംഗിക്കുന്നു. അവരെ പിടിച്ച് ജയിലിനകത്താക്കി. ക്രിസ്ത്യൻസ് ഇവിടെ ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ? ആരെങ്കിലും കൊല്ലാൻ പോകാറുണ്ടോ? തല്ലാൻ പോകാറുണ്ടോ? വീട് കയറി ആക്രമിക്കാറുണ്ടോ? കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാറുണ്ടോ? ഭരിക്കുന്ന രാജാക്കന്മാരോടും ചക്രവർത്തിമാരോടും ഭരണാധികാരിമാരോടും എതിരായി സംസാരിക്കുകയോ സമരാങ്കണത്തിലിറങ്ങുകയോ ഗവൺമെൻറ്റിനെതിരായി ഏതെങ്കിലും പ്രസ്താവന ചെയ്യുകയോ ചെയ്യാറുണ്ടോ? യഥാർത്ഥ ക്രിസ്ത്യാനി ചെയ്യുകയില്ല. പള്ളിമതക്കാരെങ്കിലും സമരം ചെയ്യുന്നത് ഞങ്ങൾ ഉത്തരവാദികളാണ്. ഞങ്ങളാരും പോകാറില്ല. ഞങ്ങൾ ഇവിടെ കേരളം മാർക്സിസ്റ്റ് ഭരിച്ചാലും കേന്ദ്രം BJP ഭരിച്ചാലും അധികാരത്തിൽ ഏറ്റപ്പെട്ടവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണെന്ന് റോമാലേഖനം 13-ാം അധ്യായം അനുസരിച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വിധേയപ്പെടുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് പവറിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ആദരിക്കുന്നു, ഞങ്ങൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിധേയപ്പെടുന്നു. രാജ്യത്തിൻ്റെ പൗരന്മാർ നിലയിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് ഞങ്ങൾ വിധേയപ്പെട്ട് അനുസരിച്ചു പോരുന്നു. ഇതാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത്. നെവർ ടു ബിക്കം റെബല്യസ് ഓവർ ദി ഗവൺമെൻറ് വിച്ച് അഡ്മിനിസ്റ്റർ ഓൺ യു. നിങ്ങളെ ഭരിക്കുന്ന ആൾക്കാർക്ക് വിരോധമായി എന്ത് ചെയ്ത് മത്സരിക്കരുത്, അവർക്ക് കീഴടങ്ങി അനുസരിക്കണം. സബ്ജക്റ്റ് യുവേഴ്സ് സെൽസ് ടു ദെയർ റൂളിംഗ് എന്നായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാരും ആരെയും ഉപദ്രവിക്കുന്നവരല്ല, ആരുടെയും പിറകെ പ്രശ്നമുണ്ടാക്കുന്നവരല്ല, രാജ്യദ്രോഹികളല്ല. ഞങ്ങൾ രാജ്യസ്നേഹികളാണ്. രാജ്യത്തെ അതിൻ്റെ അധിപന്മാരെയും ഭരണാധിപന്മാരെയും ഭരണഘടനയെയും അതിൻ്റെ നിയമാവലികളെയും സസന്തോഷം ബഹുമാനിക്കുകയും സഹർഷം സ്വീകരിക്കുകയും ചെയ്യണമെന്നും അതിൻ്റെ അധികാര അവകാശങ്ങൾക്ക് കീഴ്പ്പെട്ട് അനുസരിക്കണമെന്നും പഠിപ്പിക്കുന്ന ഭാഗമാണ് ക്രിസ്ത്യൻസ്. ഞങ്ങളെ അങ്ങനെയാണ് ക്രിസ്തു പഠിപ്പിച്ചത്.
അങ്ങനെ അനുസരിക്കിയാൽ ജീവനെ പണയം വെക്കേണ്ട ഗതികേട് വന്നാലും ക്രിസ്തുവിനെ തള്ളിപ്പറയരുതും എന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഹൂദന്മാർക്ക് സംഭവിച്ചില്ല. അവരെന്ത് ചെയ്തു? ദേ വെർ ഒഫൻഡഡ് അറ്റ് ഹിസ് ഡോക്ട്രിൻ. അവൻ്റെ ഉപദേശത്തിൽ അവരെ ഇടറിപ്പോയി. ഇവൻ എന്തോ ഈ പറയുന്നത്? ഇവൻ്റെ മാംസം ഞങ്ങൾക്ക് തിന്നാൻ കഴിയുമോ? ഇവൻ്റെ രക്തം നമ്മൾ കുടിക്കുമോ? ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്നാണ് യഹൂദന്മാർക്ക് മനസ്സിലായത്. അതാ മനസ്സിലായത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ വചനം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എഴുതപ്പെട്ട വചനമാണ് വിശുദ്ധ വേദപുസ്തകം. ഇത് രണ്ടും വിത്തൗട്ട് എറേഴ്സ് ആണ്, തെറ്റുകളില്ലാത്തതാണ്. തെറ്റുകൂടാത്ത ദൈവത്തിൻ്റെ വചനവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരവും താൻ സംസാരിക്കുന്ന വിശുദ്ധ വചനം മുഖാന്തരവുമാണ് പാപികൾ നിത്യജീവനിലേക്ക് വരുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷയെ കർത്താവായ യേശു തൻ്റെ 5 അപ്പം കൊണ്ട് തിന്ന് തൃപ്തരായ ജനത്തോട് കർത്താവായ യേശു ക്രിസ്തു വിശദീകരിച്ചു ഈ അധ്യായത്തിൽ. പക്ഷേ അവർക്ക് അവനെ കൈക്കൊള്ളുവാൻ മനസ്സിലാതെ അവർ അവങ്കിൽ ഇടറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നും ലോകം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൻ്റെ പേരിടറുന്നു. ദ വേൾഡ് ഈസ് ഓൺ 2 ഡിഫറെന്റ് റോസ് ടുഡേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പേരിൽ ലോകം 2 ചേരികളിലാണ്. ക്രിസ്തുവിനെ അനുകൂലിക്കുന്നവരും ക്രിസ്തുവിനെ ഇടറിപ്പോകുന്നവരും. കർത്താവ് എന്ത് ചെയ്തു? നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യാതിരുന്ന കർത്താവായ യേശുവിനെ പിടിച്ച് ക്രൂശിച്ച റോമൻ പടയാളികളുടെ പിന്തുടർച്ചക്കാരായ ആളുകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ താൻ ജീവനുള്ള അപ്പമാകുന്നു, അവനെ ഭക്ഷിക്കുന്നവർ അവൻ മുഖാന്തരം ജീവിക്കുന്നവർ നിത്യജീവന്റെ ഭാഗവാക്കളായി മാറും എന്ന് പഠിപ്പിച്ചു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ക്ലാസ് പര്യവസാനിക്കുന്നു. ദൈവം വെച്ചാൽ 7-ാം അധ്യായത്തിൻ്റെ ക്ലാസ്സാണ് തുടർന്ന് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യെരുശലേമിലെ ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശലോമോൻ പണികഴിപ്പിച്ച 20,000 ബത്ത് വെള്ളം കൊള്ളുന്ന ആ വലിയ വാട്ടർ ടാങ്കിൽ നിന്ന് ദാഹപരവശരായി കുടിക്കുന്ന ജനത്തെ കണ്ട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കുമെന്ന് യോഹന്നാൻ 4 കർത്താവ് പറഞ്ഞ പോലെ, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളും തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ് കർത്താവ് താൻ ജീവന്റെ ജല നദിയാണ്, ഹിസ് എ ഫൗണ്ടൻ ഓഫ് ലൈഫ് എന്ന് കർത്താവ് പറഞ്ഞ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. കർത്താവിന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ 19-ാമത്തെ എപ്പിസോഡിൽ അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുക്കം പേരായിട്ട്, എണ്ണപ്പെട്ട 2-3 പേരായി മാത്രമാണ് ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത്. ദൈവവചനത്തിന് യാതൊരു സ്ഥാനവും ഇന്നില്ല. വ്യക്തികൾക്കാണ് പ്രാധാന്യം, വചനത്തിനല്ല. അതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ക്ലാസ്സിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. മറ്റുള്ളവർ ദൈവവചനം പഠിക്കട്ടെ, കർത്താവിനെ അറിയട്ടെ, ക്രിസ്തുവിന്റെ ക്രൂശിനെയും അവിടുത്തെ മാഹാത്മ്യത്തെയും രുചിച്ച് അറിയട്ടെ, മനസ്സിലാക്കട്ടെ, ക്രിസ്തുവിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടെ. ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് ഗോഡ് ഡ്രോസ് മെൻ അൺടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് ദൈവം മനുഷ്യനെ ആകർഷിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ വചനം കേൾക്കാൻ എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുമോ അത്രത്തോളം we shall be drawn unto God and His salvation. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? കർത്താവിലേക്കും തൻ്റെ രക്ഷയിലേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായി ആകർഷിക്കപ്പെടും. അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും. ദൈവം ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുകയും കർത്താവിൻ്റെ നാമത്തിന് അത്യന്തം മഹത്വമാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്തി ചെയ്യട്ടെ. ബലഹീനായ എളിയവന് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഇരയ്ക്കുണ്ട് എന്ന് ഞാൻ അപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ 18-ാമത്തെ എപ്പിസോഡ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. മൈ കോൺടാക്ട് നമ്പർ ഈസ് 9995715708. If anybody wants to know further about the lessons which I have taught you today, this day, and the days before, that you can contact me on the stated number of 9995715708 at any time before 12 p.m. on every day. Thank you. God bless you.